कीर्तनालापि समाधिसिद्धसक्ति अमलानन्दागन्धामीश्वरी दाससमारम्भाम् शङ्कराचार्य अस्मदाचार्यपर्यन्ताम् वन्दे सतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं वादरं तत्भाष्यमृदौ वन्दे सवन्दो पुनः पुनः ईश्वरो गुरुरात्मीये मूर्तिभेदविभागिनि व्याप्तदेहाय दक्षिणामूर्तये नमः. സയഥ സർവാസാം അപാം സമുദ്ര ഏകായനം ഏവം സർവേഷാം സ്പർശാനാം ത്വഗേകായനം ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം ഏവം സർവേഷാം രസാനാം ജിഹ്വൈകായനം ഏവം സർവേഷാം രൂപാണാം ചക്ഷുരേകായനം ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രമേകായനം ഏവം സർവേഷാം സങ്കൽപ്പാനാം മനൈകായനം ഏവം സർവാസാം വിദ്യാനാം ഹൃദയമേകായനം ഏവം സർവേഷാം കർമ്മണാം ഹസ്തൗ ഏകായനം ഏവം സർവേഷാം ആനന്ദാനാം വസ്ഥൈകായനം ഏവം സർവേഷാം വിസർഗാണാം വായുരേകായനം ഏവം സർവേഷാം അധ്വനാം പാദൗ ഏകായനം ഏവം സർവേഷാം വേദാനാം വാഗ് ഏകായനം തദ്വിസ്പർശ സാമാന്യമാത്രം ത്വക്ശബ്ദവാച്യം മനസ്സങ്കൽപ്പേ മനോവിഷയ സാമാന്യമാത്രേ ത്വക് വിഷയവ സ്പർശവിശേഷഃ പ്രവിഷ്ടം തദ് വ്യതിരേകേണ അഭവഭൂതം ഭവതി. സ്പർശം എന്ന് പറയുന്ന ഒരു സാമാന്യ തത്വം, അതിന് പല വിശേഷഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഉഷ്ണം, ശീതം, ഇതെല്ലാം അതെല്ലാം ആ സ്പർശവിശേഷങ്ങളെല്ലാം നമുക്ക് പൊതുവായി സ്പർശമെന്ന് പറയാം. അപ്പോൾ വിശേഷങ്ങൾ സാമാന്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഒരു പൊതു തത്വമാണ് പറയുന്നത്. തഥാ അങ്ങനെ വിശേഷമായ സ്പർശങ്ങളെല്ലാം സാമാന്യമായ സ്പർശത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത് പോലെ തദവി സ്പർശ സാമാന്യം മാത്രം, ആ സ്പർശ സാമാന്യം ത്വക് ശബ്ദവാച്യം, ത്വക്കെന്ന് പറയുന്നു മനസ്സങ്കൽപ്പേ മനോവിഷയ സാമാന്യ മാത്രേ. മനസ്സങ്കല്പത്തിൽ, മനസ്സെന്ന് പറയുന്ന അന്ധക്കരണം, മനസ്സെന്ന് ബുദ്ധി എന്നെല്ലാം പറയുന്നു. അത് സങ്കല്പ വികല്പ രൂപത്തിലിരിക്കുന്നു. ആ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, അന്ധക്കരണം ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ആ ഗ്രഹണത്തിന് സങ്കല്പം എന്ന് പറയുന്നു. ശബ്ദങ്ങൾക്കെല്ലാം സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറും. ഇവിടെ പറയുന്ന രീതി മനസ്സിലാകും. അവിടെ മനസ്സങ്കല്പം എന്ന് പറയും. എന്റെ മനസ്സ് ഇപ്പോ
പുസ്തകം എന്നുള്ള ജ്ഞാനത്തിയിരിക്കുന്നു. എന്നുവെച്ചാൽ എന്റെ മനസ്സിൽ പുസ്തകം എന്നുള്ള ഒരു അറിവുണ്ടായി എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം, എന്റെ മനസ്സ് പുസ്തകം എന്നുള്ള രൂപത്തെ പ്രാപിച്ചു, മനസ്സ് പുസ്തകം എന്നുള്ള ആകാരത്തെ പ്രാപിച്ചു. പുസ്തകം എന്നുള്ള ആകാരത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിപ്പോൾ പുസ്തകം എന്നുള്ള ജ്ഞാനത്തോടു കൂടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് മേശ എന്നുള്ള ജ്ഞാനത്തിൽ വരുന്നു. ഇങ്ങനെ ഒരു ജ്ഞാനത്തിൽ നിന്ന് വേറൊരു ജ്ഞാനത്തിലേക്ക് മാറി മാറി വരണമെങ്കിൽ അങ്ങനെ മാറാനൊരു വസ്തു വേണമല്ലോ. മാറുന്നതിനൊരു വസ്തു വേണം. അങ്ങനെ ഏതോ ഒന്നാണ് പുസ്തകമായി മാറി. അപ്പൊ പുസ്തകം എന്നുള്ള അറിവുണ്ടായി. മേശയെന്ന് മാറി, മേശയെന്നുള്ള അറിവുണ്ടായി. ഇവിടെ പറയുന്നത് മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു, അതിന്റെ പരിണാമം എന്ന് പറയും, അല്ലെങ്കിൽ വൃത്തി എന്ന് പറയും. അതാണ് ഓരോ അറിവ്. അതിനോട് പറഞ്ഞിരിക്കുന്നത് മനസ്സങ്കല്പേ, മനോവിഷയ സാമാന്യ മാത്രേ. അത് ഈ സങ്കല്പങ്ങൾ എത്രയാണ്? പുസ്തകം എന്നറിയുന്നു, അടുത്ത മേശയെന്നറിയുന്നു, വീടെന്നറിയുന്നു, ഭൂമിയെന്നറിയുന്നു, നാനാതരത്തിൽ. അപ്പോൾ ഇതിനെ പൊതുവായിട്ടെടുത്തു കഴിഞ്ഞാൽ സങ്കല്പ സാമാന്യം. ആ സങ്കല്പ സാമാന്യത്തിന് നമ്മൾ പൊതുവെ പറയും സങ്കല്പം, മനസ്സങ്കല്പം. ആ സങ്കല്പങ്ങളെല്ലാം എന്തു വരുന്നു? മനോവിഷയ സാമാന്യ മാത്രേ. ആ വിശേഷങ്ങളെല്ലാം ആ സാമാന്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതിന് ഒറ്റ പേരിൽ പറയാം, സാമാന്യം എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ത്വക് വിഷയ സ്പർശവിശേഷ. സ്പർശത്തിന് പല വിശേഷഭാവങ്ങളുണ്ട്. അതെല്ലാം സ്പർശം എന്ന് പറയുന്ന സാമാന്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ നാനാത്വം എല്ലാം ഒരേകത്വത്തിലേക്ക് പോവുകയാണ്. അത് ബാഹ്യമായി ഓരോ വിഷയങ്ങളെടുത്ത് ചിന്തിച്ചാലും അങ്ങനെ ആ സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിശേഷത്തിൽ നിന്ന് തിരിച്ച് സാമാന്യത്തിലേക്ക് വരും. ഇവ സ്പർശവിശേഷ പ്രവിഷ്ടം തദ്വ്യതിരേകേണ അഭാവഭൂതം ഭവതി. അവിടെ ഏത് വിഷയത്തെ എടുത്താലും ശരി, സങ്കല്പ വിഷയം, മനസ്സ് പറയുന്നു പല സങ്കല്പത്തെ ഇരിക്കുന്നു. ആ സങ്കല്പങ്ങൾക്കെല്ലാം ഒരു വിഷയമുണ്ട്. ഒരു വസ്തു ആ സങ്കല്പത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് അത് വിഷയമായി. മനസ്സിൽ ഇത് പ്രത്യക്ഷമാകും, പ്രകടമാകും. പുസ്തകം പറയുന്നു ഇത് സങ്കല്പത്തിന് വിഷയമാണ്. ഇതുപോലെ പിന്നിലേക്ക് ഏതിനെയും ചിന്തിക്കാം. ഇത് മനസ്സിന് വിഷയമായി എന്ന് പറയുന്നു. ഇക്കാര്യം തന്നെ മുമ്പ് പറഞ്ഞു. 2-3 ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു. അവിടെ നമ്മൾ കൂടുതൽ വിശദീകരിച്ചില്ല, കാരണം അത് ഈ ഭാഗത്തൂടെ വരുന്നതുകൊണ്ടാണ്. കഥം പുനരിതാനും ഇതം സർവം ആത്മീയവേദി ഗ്രഹീതും ശക്യതേ ചിന്മാത്രാനുഗമ സർവത്ര ചിസ്വരൂപത ഏവേദി ഗമ്യതേ. അതിനാണ് ദ്വന്ദ്വി ദൃഷ്ടാന്തം പറഞ്ഞത്. ചിന്മാത്ര അനുഗമ സർവത്ര ചിസ്വരൂപതൈവ. അത് തന്നെ ഇവിടെ വേറൊരു പറയാണ്. സങ്കല്പം, എല്ലാ സങ്കല്പങ്ങളും ആ സങ്കല്പ സാമാന്യത്തിൽ അടങ്ങുന്നു. അങ്ങനെ സങ്കല്പം എന്ന് എന്തുകൊണ്ട് പറയുന്നു?
പറയാൻ കാരണം ആ മനസ്സിന് ആ ഓരോ സങ്കല്പത്തിനും, സങ്കല്പം എന്ന് പറയുന്ന ഓരോ അറിവാണ്, ഓരോ അറിവിനും ഓരോ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ ഒരിക്കലും ഈ അറിവിൽ നിന്ന് വേറാക്കാൻ പറ്റത്തില്ല, ഒരിക്കലും. സാമാന്യമായി നമുക്ക് പറയാം, നമ്മുടെ അറിവിനെ ആശ്രയിക്കാതെ തന്നെ വിഷയങ്ങൾ നിൽപ്പുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നതനുസരിച്ച് അറിവിൽ നിന്നും വിഷയങ്ങളെ വേർതിരിച്ച് നിർത്താനൊക്കത്തില്ല. ആർക്ക്? അറിയുന്നതാണ്. അതൊരിക്കലും സാധ്യമാകത്തില്ല. പുസ്തകം എന്നുള്ള അറിവുണ്ടാകുന്നു, അവിടെ അറിവിൽ വിഷയമായിരിക്കുന്ന പുസ്തകം, അല്ലെങ്കിൽ പറയാം അറിവിൽ പ്രകാശിക്കുന്ന പുസ്തകം. അതാണ് ഇവിടുത്തെ വിഷയം, വസ്തു. അതിനെ അറിവിൽ നിന്നും മാറ്റുക അസാധ്യമായ കാര്യമല്ല. എങ്ങനെയാണോ നൂലിൽ നിന്ന് വസ്ത്രത്തെ മാറ്റി കാണിക്കാൻ വയ്യാത്ത, അതൊരിക്കലും സാധ്യം. ആ നൂലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്നതിന് എത്ര സാമർഥ്യമുള്ളവനായാലും ശരി, നൂലിൽ നിന്ന് വസ്ത്രത്തെ മാറ്റി കാണിക്കാക്കത്തില്ല. ഇത് എനിക്ക് തന്ന നൂലാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ വസ്ത്രമാണ്, അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ നൂലുകൊണ്ട് തന്നെയാണ് വസ്ത്രം ഉണ്ടാക്കിയത്, അതയാളുടെ സാമർഥ്യമാണ്. പക്ഷെ ആ സാമർഥ്യം ഉപയോഗിച്ചിട്ട് അയാൾക്ക് നൂലിൽ നിന്ന് വസ്ത്രത്തെ മാറ്റി കാണിക്കാൻ കഴിയത്തില്ല. അത് ഈ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ ഈ അറിവിന്റെ ഒരു സ്വഭാവമാണ്, അറിവിൽ നിന്ന് അറിവിന് വിഷയമായിരിക്കുന്ന വസ്തുവിനെ മാറ്റാൻ കഴിയത്തില്ല. ആരും മാറ്റും, എങ്ങോട്ട് മാറ്റും, അതൊന്നും അസാധ്യമായ കാര്യങ്ങളാണ്. അത്ര ഒരു കാര്യം ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. വേറൊന്ന് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയാത്തപ്പോ വസ്തു നിലനിൽക്കുന്നില്ലേ എന്ന് പറയും. അറിവിനെ സാധാരണ അങ്ങനെ പറയും, അറിവിനെ ആശ്രയിക്കാതെയും വസ്തുവിനെ നിലനിൽക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വസ്തു, ഞാനിപ്പോ ഇതിനെ അറിയുന്നില്ല, ഞാനിവിടെ ഇല്ല, സ്ഥലത്തില്ല. സാധാരണ പറയുന്ന ഒരു യുക്തിയാണ്. ഈ വസ്തു ഇവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട്? ഈ വസ്തു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. വേറൊരാൾ പറയും, ഞാൻ ഈ വസ്തു ഇവിടെ കൊണ്ടുവച്ചതാണ്, അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നതാണ്, ഇവിടേക്ക് കടന്നു വന്നു, ഞാൻ ഈ വസ്തുവിനെ അറിഞ്ഞു. അപ്പോ ഈ വസ്തു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അറിഞ്ഞത്. എന്റെ അറിവിനെ ആശ്രയിക്കാതെ വസ്തു ഇവിടെ നിന്നല്ലോ. ഈ വസ്തു എന്റെ അറിവിന്റെ സൃഷ്ടിയാണോ അല്ലേ എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വസ്തു അറിവിന്റെ സൃഷ്ടിയാണോ അല്ലയോ? അതല്ല. ഈ വസ്തുവിന് അറിവിനെ ആശ്രയിക്കാതെ നിൽക്കാമോ എന്നുള്ളതാണ്. നിൽക്കാൻ പറ്റില്ലെന്നാ പറയുന്നത് ഇവിടെ. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇല്ലാത്തപ്പോഴും. ഇന്നലെ ഈ വസ്തു ഇവിടെ ഉണ്ടായിരുന്നു, ഞാനിതന്നെ അറിയാത്തപ്പോഴും, എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിനെ പ്രത്യക്ഷമായി അറിയുന്നു. ഇന്നലെ ഞാൻ ഈ വസ്തു പ്രത്യക്ഷമായി അറിഞ്ഞില്ല. എന്റെ അറിവിനെ ആശ്രയിക്കാതെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവിനെ ഞാൻ ഇപ്പോൾ അറിയുകയാണ് എന്ന് പറയുന്നിടത്തും ഈ വസ്തു എന്റെ അറിവിൽ നിന്ന് സ്വതന്ത്രമല്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ഞാനിപ്പോ എന്റെ അറിവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർത്തമാന കാലത്തിൽ ഈ വസ്തുവിനെ കണ്ടുകൊണ്ട് നടത്തുന്ന ഭൂതകാല വ്യവഹാരമാണ്. കാലത്തിന്റെ വ്യത്യാസമൊന്നുള്ളൂ. ഭൂതകാലത്തിൽ ആ വസ്തു എന്റെ അറിവിന് വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഈ വസ്തു ഇവിടെ ഉണ്ടായിരുന്നു, നാളെ ഇവിടെ വസ്തു ഉണ്ടാകും. ഇതെല്ലാം
ഭൂതകാലത്തിൽ, വർത്തമാനത്തിൽ, ഭാവിയിൽ. 3 കാലത്തും ഈ വസ്തു എന്റെ അറിവിനെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നു. കാലവ്യത്യാസമുള്ളൂ. വർത്തമാനകാലത്തിൽ ഞാൻ ഈ വസ്തുവിനെ അറിയുമ്പോൾ പറയും ഇത് പ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെ എന്റെ അറിവിന് വിഷയമായി വസ്തുവുണ്ട്. ഭൂതകാലത്തിൽ ആ വസ്തുവുണ്ട്, പക്ഷെ അത് പരോക്ഷമായി. അവിടെ വിഷയം പരോക്ഷമായിരിക്കുന്നു, വിഷയം ഇല്ലാതിരിക്കുന്നില്ല. കാരണം ഞാൻ ഈ പറയുന്നത്, ഞാൻ അറിയുന്നത് എന്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഇതേ വസ്തുവിനെ കുറിച്ച് തന്നെയാണ്. അത് ഭൂതകാലത്തിൽ പറയുന്നേ ഉള്ളൂ. വസ്തുവിനെ അവിടെ ഞാൻ പരോക്ഷമായി അറിയുന്നേ ഉള്ളൂ. ഈ വസ്തു എത്ര കാലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ശരി, അവിടെ വ്യത്യാസം വരുന്നത് എന്താണ്? എന്റെ അറിവിലല്ല വ്യത്യാസം വരുന്നത്. വസ്തുക്കൾ പ്രത്യക്ഷമായി അറിയുമ്പോൾ വസ്തു അവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. ഭൂതഭാവികളിൽ കാലം കൊണ്ടുള്ള വ്യത്യാസം, ഇതുപോലെ തന്നെ ദേശം കൊണ്ടുള്ള വ്യത്യാസം. അടുത്ത മുറിയിലിരിക്കുമ്പോൾ എനിക്ക് ഈ വസ്തുവിനെ പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഈ വസ്തുവിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയാണെങ്കിൽ ആ വസ്തു പരോക്ഷമായി പറയുന്നത് അടുത്ത മുറിയിലിരിക്കുന്നു. അവിടെ എന്താ? ഈ വസ്തുവിൽ പ്രത്യക്ഷം പരോക്ഷം എന്നുള്ള ഭേദം വന്നു എന്നല്ലാതെ വസ്തു എന്റെ അറിവിൽ നിന്ന് അന്യമായില്ല. വസ്തു എന്റെ അറിവിന് വിഷയമായതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഇന്നലെ ഉണ്ടായിരുന്നു, ഭൂതകാലത്തിലുണ്ടായിരുന്നു, ഭാവി കാലത്തിലുണ്ടായിരുന്നു, അത് വ്യവഹിതമായി മറഞ്ഞിരുന്നു, അത് വിപ്രകൃഷ്ടമായിരുന്നു, ദൂരെയിരുന്നു, അത് സൂക്ഷ്മമായിരുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ വസ്തു പരോക്ഷമാകുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെയെല്ലാം ഇതേ വസ്തുവിനെയാണ് ഞാൻ പരാമർശിക്കുന്നത്. അപ്പൊ ഈ വസ്തു അവിടെയെല്ലാം എന്താണോ ഏതെങ്കിലും രൂപത്തിൽ എന്റെ അറിവിന് വിഷയമാണ്. പിന്നെ പ്രത്യക്ഷം പരോക്ഷം എന്നുള്ള വ്യത്യാസം ഉണ്ടാക്കുന്ന എന്ത്? കാലദേശം. കാലം വ്യത്യാസം ഉണ്ടാക്കുന്നു, ദേശം വ്യത്യാസം ഉണ്ടാക്കുന്നു. വസ്തു ഒന്ന് തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ സംബന്ധിച്ച്, എന്റെ അറിവിന് വിഷയമായിരിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച്, അത് പ്രത്യക്ഷമായിരുന്നാലും ശരി പരോക്ഷമായിരുന്നാലും ശരി, ആ വസ്തുവിനെ ഇതാണ് വസ്തു എന്നറിഞ്ഞാലും ശരി, അതാണ് എന്നുള്ള രീതിയിൽ അറിഞ്ഞാലും ശരി, ആ വസ്തുവിനെ അറിവിൽ നിന്ന് വേർപെടുത്താൻ തനിക്ക് സാധ്യമല്ല, അറിയുന്നവന് സാധ്യമല്ല. എന്റെ അറിവിൽ നിന്ന് ഞാൻ അറിയുന്ന വസ്തുവിനെ വേർപെടുത്താൻ സാധ്യമല്ല. അത് ഇതുപോലെയാണ്, നൂലിൽ നിന്ന് വസ്ത്രത്തെ വേർപെടുത്താൻ ശ്രമിക്കുന്ന പോലെയാണ്. എന്റെ അറിവിന്റെ വിഷയങ്ങളെല്ലാം എപ്പോഴും എന്റെ അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് മാത്രമല്ല, എന്താണ്? തദ്വ്യതിരേകേണ അഭാവഭൂതം. ഇല്ലാതെ അത് ഇല്ല, അറിവിനെ വിട്ടത് ഇല്ല, അറിവിനെ ആശ്രയിച്ചേ ഉള്ളൂ എന്നർത്ഥം. അറിവിനെ വിട്ട് അങ്ങനെ ഒരു വസ്തുവിനും, താൻ അറിയുന്ന ഒരു വസ്തുവിനും അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നത് അറിയുന്നു, പക്ഷെ ഈ വസ്തുവിനെ ഇന്നലെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താ? അതിന് ഞാൻ പരോക്ഷമായി അറിയുന്നു എന്നാണ്. അറിയുന്നില്ലെന്നല്ല, ഇന്നലെ അതിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനെ തന്നെയാണ് ഇതെന്ന് പരാമർശിക്കുന്നത്. ഇതെന്തയിലൂടെ പരാമർശിക്കുന്ന ഈ വസ്തുവിനെ തന്നെ. അപ്പൊ അറിയില്ലെന്ന് പറയുന്നത് ഇതുപോലെ പ്രത്യക്ഷമായി അറിയുന്നില്ലെന്നേ ഉള്ളൂ, അതിനെ വസ്തുവായി അറിയുന്നുണ്ട്. വസ്തുവായി അറിയുന്നതുകൊണ്ടാണ് അത് ഇത് എന്നിങ്ങനെ പരാമർശിക്കുന്നത്. പ്രത്യക്ഷമായി അറിയുമ്പോൾ നമ്മൾ പറയും, ഈ പുസ്തകം ഞാൻ അറിയുന്നു. അത് പറയുന്നു, ഈ പുസ്തകത്തെ ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ടത് ഭൂതകാലത്തിലായിരുന്നു, അല്ലെങ്കിൽ വ്യഭിതമായിരുന്നു. അവിടെയെല്ലാം ഇതേ വസ്തുവിനെ തന്നെ പരോക്ഷമായി അറിയുന്നു. അതുകൊണ്ട് ഇത് അത് എന്നുള്ള ശബ്ദങ്ങൾ കൊണ്ട് പരാമർശിക്കുന്നു. അങ്ങനെ എപ്പോഴെപ്പോഴെല്ലാം ഏതെല്ലാം രൂപത്തിലാണോ ഒരു വസ്തു നമ്മുടെ അറിവിന് വിഷയമാകുന്നത് അവിടെയെല്ലാം പരിശോധിക്കുക. ആ വസ്തുവിനെ
തന്റെ അറിവിൽ നിന്ന് വേർപെടുത്താൻ കഴിയുമോ? അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ടെന്താണ് ഈ വസ്തുക്കളെല്ലാം അറിവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഉത്പത്തി, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉത്പത്തി, സ്ഥിതി, നാശം, ഇതെല്ലാം അറിവിനെ ആശ്രയിച്ചാണ്. അറിവിൽ നിന്ന് ഒരിക്കലും വസ്തുവിനെ വേറാക്കാൻ കഴിയില്ല. അത് കേവല യുക്തിയിലൂടെയല്ല, സ്വാനുഭവത്തിലും അങ്ങനെയല്ല. നമ്മളറിയുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മുടെ അറിവിൽ നിന്ന് വേറെയാക്കുക. ആരാൾക്കുന്നു? വേറെ അതിന് നിൽക്കാൻ സ്ഥലമേതാ? അറിവിന്റെ വിഷയമായിരിക്കുന്ന ഇതിന് അറിവിൽ നിന്നും മാറി നിൽക്കാൻ എവിടെയാ സ്ഥലം? കാരണം അറിവ് സർവവ്യാപ്തമാണ്. അറിവാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത്. അറിവിലാണിത് നിൽക്കുന്നത്. അറിവിൽ നിന്ന് ഇങ്ങോട്ട് മാറും. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ സർവ്വ വിഷയങ്ങളും അങ്ങനെയാണ്. എങ്ങനെയാണോ അറിവിൽ നിന്ന്, അപ്പോൾ ഇത് പറയാൻ എന്താണോ സാമാന്യമായ വിഷയങ്ങൾ. വിഷയം എന്ന് പറയും സാമാന്യം. പുസ്തകമായാലും മേശയായാലും മറ്റൊന്നായാലും എല്ലാം സാമാന്യം. അതിലോരോ വിശേഷങ്ങൾ എല്ലാത്തിനും ചേർത്ത് പറയുന്നു. വിഷയം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് പറയുന്നു. അതിൽ വിശേഷങ്ങളാണ്. ശബ്ദം വേറെ, രൂപം വേറെ, രസം വേറെ, ഗന്ധം വേറെ. ഇവിടെ ഈ വിശേഷങ്ങൾ ഓരോന്നും ആ സാമാന്യത്തിൽ അന്തർഭവിക്കുന്നു. ഇതിനെ ഒന്നിനെയും തന്നെ എന്താണ് അറിവിൽ നിന്ന് വേറാക്കാൻ കഴിയില്ല. ഈ അറിവിനെ ആശ്രയിക്കാതെ അപ്പോൾ വസ്തുക്കൾക്ക് നിലനിൽപ്പില്ല ഇല്ല എന്നാ വരുന്നത്. അറിവിനെന്ന് പറയുമ്പോൾ താൻ അറിയുന്ന വസ്തുക്കൾക്ക് എന്നിവിടെ പറയണം. ഓരോരുത്തരും അറിയുന്ന വസ്തു എന്ന് പറയേണ്ടി വരും. താൻ അറിയുന്ന വസ്തുവിനെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മറ്റൊരു കാര്യം കൂടെ വ്യക്തം. എന്താണ്? താൻ അറിയാത്ത വസ്തു അങ്ങനെ ഒന്നില്ല. അതാണ് അഭാവം എന്ന് പറയുന്നത്. അറിയാത്ത വസ്തു, അങ്ങനെ ഒരു വസ്തുവില്ല. എന്തുകൊണ്ട്? അറിയാത്ത വസ്തു എന്ന് വെച്ചാൽ അറിവിൽ നിന്നും വസ്തുവിനെ മാറ്റുന്നു എന്നാണ്. അതിനാണ് പറയുന്ന അറിയാത്ത വസ്തു. അങ്ങനെ ഒരു വസ്തുവില്ല. അപ്പോൾ ഇന്നുവരെ അറിയാതിരുന്നത് ഇന്നറിയുന്നതോ? ശരി, ഇന്നുവരെ അറിയാതിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവിൽ നിന്നും വേറിട്ട് ഇരുന്ന ഒരു വസ്തുവാണോ ഇന്നുവരെ അറിയാതിരുന്നത്? ശരി, അറിവിൽ നിന്ന് വേറിട്ട് അത് എവിടെയായിരുന്നു ഇന്നുവരെ? ഏത് സ്ഥലത്താതിരുന്നത്? അറിവിൽ നിന്ന് വേറിട്ട് വസ്തുവിന് ഇരിക്കാൻ കഴിയുമെങ്കിൽ പറയാം, ഇന്നുവരെ അതറിയാതിരുന്നു, എവിടെയിരുന്നു. അത് കഴിയില്ലെന്നാണ് നമ്മുടെ അറിവിനെയും അറിവിന്റെ വിഷയമായിരിക്കുന്ന വസ്തുവിനെയും ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇന്നുവരെ അറിയുന്നില്ല ഒരു വസ്തു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്ന്, അത് എന്നുള്ള രീതിയിൽ നമ്മൾ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. പരോക്ഷമായി പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏതുപോലെ ഇരളിലേക്ക് പ്രകാശം കൊണ്ടുവരുന്നു. അപ്പോൾ ഇരുളിൽ നമുക്ക് ആ വസ്തുവിനെ ഇന്നതാണെന്ന് അറിയാൻ വയ്യ. പക്ഷെ അവിടെ എന്തോ ഒന്നുണ്ടായിരുന്നു. വെളിച്ചം എന്ന് പറയുന്നു അത് ഇന്നതാണ് എന്ന് പറയുന്നു. ഇരുളിൽ അതിനെങ്ങനെ പരാമർശിച്ചു? എന്തോ ഒന്നായി പരാമർശിച്ചു. വെളിച്ചത്തിൽ അതിനെ പറയുന്നു ഇത് ഇന്നതാണോ എന്ന് പറയുന്നു. അതുപോലെ അറിവില്ലാതിരിക്കുമ്പോൾ അത് ഇത് എന്നതിനെ പരാമർശിക്കുന്നു. അറിവ് വരുമ്പോൾ വ്യക്തമായി പറയുന്നു. ഒരു സ്ഥലത്തിൽ ആ വസ്തുവിനെ പരോക്ഷമെന്ന് പറയുന്നു. അറിവിൽ അത് വെളിപ്പെടുമ്പോൾ അതിനെ പ്രത്യക്ഷമെന്ന് പറയുന്നു. ഏതെങ്കിലും രൂപത്തിൽ അത് അറിവിനെ ആശ്രയിച്ചാണ് ഇരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അറിവിൽ നിന്ന് തദ്വ്യതിരേകേണ
പ്രവിഷ്ടം എന്ന് പറയുന്നു. ഇത് അറിവിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, സ്വയം ചിന്തിച്ചാലും മനസ്സിലാവും. ഇത് അറിവിൽ പ്രവിഷ്ടമായിരിക്കുന്നു, അറിവിൽ അന്തർഭവിച്ചിരിക്കുന്നു. തദ്വരേകേണ അഭാവഭൂതം ഭവതി. ഇവിടെ പറയും എന്താണ്? മനസ്സ് സതി വിഷയ വിഷയീഭാവസ്യ ദർശന അസതിജ അദർശന മനസ്പന്ദിത മാത്രം വിഷയജാതം എന്നിവിടെ പറയും. എന്റെ താല്പര്യമാണ് ഈ പറഞ്ഞത്. മനസ്സുള്ളപ്പോ വിഷയമുണ്ടെന്നല്ല പറയുന്നത്, മനസ്സുള്ളപ്പോഴാണ് ഈ വിഷയീഭാവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുമ്പോൾ അറിവും അറിയുന്ന വസ്തുവുണ്ട്. ആ അറിയുന്ന വസ്തുക്കളെല്ലാം അറിവിനെ ആശ്രയിച്ചേ നിൽക്കുന്നുള്ളൂ. അസതിച്ച അദർശന, അറിവില്ലെങ്കിലോ അവിടെ വിഷയീഭാവം അങ്ങനെ ഒന്നില്ല. അറിവെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ഈ സങ്കല്പം, മനസ്സിന്റെ സങ്കല്പരൂപത്തിലുള്ള അറിവുള്ളപ്പോൾ വിഷയീഭാവമുണ്ട്. ഇതിനെ ഞാൻ അറിയുന്നു, ഇത് അതിനെക്കുറിച്ചുള്ള അറിവാണ്. അവിടെ വിഷയിയായി അറിവ്, വിഷയമായി വസ്തു. ഇനി അറിവില്ലെങ്കിലോ സങ്കല്പമില്ലെങ്കിലോ വിഷയീഭാവമില്ല. അതാണ് ഗാഠനിദ്രയിൽ. അവിടെ വിഷയീഭാവമില്ല. അവിടെ ആർക്കെങ്കിലും വിഷയീഭാവം അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. വസ്തുക്കൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. വിഷയീഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ അനുഭവപ്പെടുന്നത് സുഷുപ്തിയിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ സങ്കല്പമില്ല. അപ്പൊ സങ്കല്പത്തിൽ മാത്രമേ ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ സങ്കല്പത്തിൽ നിന്ന് വസ്തുവിനെ വേർപെടുത്താൻ കഴിയില്ല. അതാണ്. നൂലിൽ മാത്രമേ വസ്ത്രം കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് നൂലിൽ നിന്ന് വസ്ത്രത്തെ വേർപെടുത്താൻ കഴിയാത്തത്. വസ്ത്രത്തിന്റെ ആശ്രയമാണ് നൂല്, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഉപാദാനമാണ് നൂല്. അവിടെ മാത്രമേ കാണപ്പെടൂ. സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് സ്വർണത്തിൽ മാത്രമേ കാണപ്പെടൂ. അതുകൊണ്ട് ആ സ്വർണത്തിൽ നിന്ന് ആഭരണത്തെ വേർപെടുത്താൻ കഴിയില്ല ഒരിക്കലും. അതുപോലെ ഒരു ബന്ധമാണ് അറിവും വിഷയവും. ഒരാൾ പറയുകയാണ് ആ സ്വർണത്തിൽ നിന്ന് ആഭരണത്തെ വേർപെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അങ്ങനെയൊന്നുമില്ല. അതാണ് അഭാവം എന്ന് പറയുന്നത്. സ്വർണത്തിൽ നിന്ന് വേർപെടുത്തിയ സ്വർണ്ണാഭരണത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്? അത് അഭാവം. അങ്ങനെയൊന്നില്ല എന്നേ പറയാൻ കഴിയും. അതുപോലെ അറിവിൽ നിന്ന് വിഷയത്തെ വേർപെടുത്തിയാൽ പിന്നെ ആ വിഷയീഭാവം ഇല്ല. അങ്ങനെയില്ല. വേർപെട്ടൊരു വസ്തുവില്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, നമ്മൾ അറിയുന്ന വസ്തുവിനെ നമ്മുടെ അറിവിൽ നിന്ന് വേർപെടുത്തി നോക്കുക. ഇല്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എങ്ങനെയാണ്? അറിവ് ആന്തരികമാണ്, വിഷയം ബാഹ്യമാണ്. വിഷയത്തിന് ശബ്ദസ്പർശ രൂപരസ ഭേദമുണ്ട്, അതിന് ആകാരമുണ്ട്, അതിന് ഘനമാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വസ്തു നമ്മുടെ ഉള്ളിലിരിക്കാൻ വഴിയില്ല. അത് ബാഹ്യമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അറിവിനെ വേറിട്ട് വസ്തു ഇങ്ങനെ നിലനിൽക്കുന്നു. ബാഹ്യമായി സ്വതന്ത്രമായി നിലനിൽക്കുന്ന വസ്തുവിനെ ആശ്രയിച്ച് അറിവുണ്ടാകും എന്നാണ് നമ്മൾ സാമാന്യമായി ധരിക്കുന്നത്. സാമാന്യമായ യുക്തിക്ക് അത് ശരിയല്ലേ? അത് നിഷേധിക്കുന്നില്ല. അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അറിവിന്റെ തലത്തിൽ ചിന്തിക്കുന്നു. അറിവിന്റെ വിഷയീഭാവം എന്നുള്ള തലത്തിൽ ചിന്തിക്കുമ്പോൾ അറിയുന്ന വസ്തുവിനെ അറിവിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അതിന്റെ സാമാന്യമായി പറയും. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയത് നൂലല്ല, വസ്ത്രമാണ്. അങ്ങനെ പറയുന്നതിനൊരു യുക്തിയുണ്ട്. നൂലിനാണോ കാശ് കൊടുത്താൽ?
കാരണം അവിടെ നൂലിന് അതിന്റെ കാശ് കൊടുത്തു. അത് നൂല് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി അയാളുടെ പ്രയത്നത്തിന് കാശ് കൊടുത്തു. അപ്പോൾ വസ്ത്രം വാങ്ങാൻ ചെല്ലുന്നയാണ് നൂല് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാനിതിനല്ല വന്ന്, എനിക്ക് വസ്ത്രം വേണമെന്നില്ല. നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ നൂലിനും വസ്ത്രത്തിനും ഭേദം കൽപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്, അത് വ്യാവഹാരികമായ ഭേദം. പക്ഷെ അത് പാരമാർത്ഥികമാണോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കുന്നത്. അത് വാസ്തവമാണോ? അവിടെ എന്തൊക്കെ സംഭവിച്ചാലും നൂലിൽ നിന്ന് വേറിട്ട് ഒരു വസ്ത്രത്തെ താത്വികമായി എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. മറ്റേതിനെ വ്യാവഹാരികതയെ നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. അതാണ് രണ്ടു തരത്തിൽ ഇതിനെ കാണുമെന്ന് പറയുന്നത്. ഒന്ന് വ്യാവഹാരികമായി, ഒന്ന് പാരമാർത്ഥികമായി. ഇവിടെ പാരമാർത്ഥിക ബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. വ്യാവഹാരികമായ അനുഭവത്തിന് വലിയ യുക്തിയുടെ ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ അനുഭവമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചിന്തയുടെ ആവശ്യമുണ്ട്, പരമാർത്ഥത്തെ മനസ്സിലാക്കുക. അതില്ലാതായിരുന്നെങ്കിൽ എല്ലാവരും ഈ തത്വത്തെ അറിയുന്നവനായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ വിചാരത്തെ ആശ്രയിക്കാതെ തന്നെ ഇത് വെളിപ്പെട്ടിരുന്നെങ്കിൽ സർവരും ഇതറിഞ്ഞു. പക്ഷെ അതല്ല, നമ്മൾ വസ്ത്രം വാങ്ങുന്നു, നൂല് വാങ്ങുന്നു, അവിടെയൊന്നും നമ്മൾ വ്യവഹാരത്തിനപ്പുറം അതിന്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇവിടെ അങ്ങനെ അതിനെ താത്വികമായി ചിന്തിക്കുന്നു. എന്തിനും ഇതിന്റെ പരമാർത്ഥം അറിയാം. മറ്റവനങ്ങനെയല്ല, വ്യവഹാരം മാത്രം മതി, പരമാർത്ഥ ജ്ഞാനം വേണ്ട. പരമാർത്ഥ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. വ്യവഹാരം കൊണ്ട് തന്നെ അയാൾ സംതൃപ്തനാണ്. ജീവന്മാരെല്ലാം അങ്ങനെയാണ്, ഒരു വ്യവഹാരത്തിൽ തൃപ്തരാണ്. ഓരോരോ വ്യവഹാരങ്ങൾ ചെയ്യുന്നു. ആ വ്യവഹാരം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതിൽ തൃപ്തരാണ്. അവർ പരമാർത്ഥ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കാറില്ല. പറഞ്ഞല്ലോ, ശാസ്ത്രം സ്വതപ്രമാണമായിരിക്കുന്ന ആ പരമാർത്ഥ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്, വ്യാവഹാരികമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ടില്ല. കാരണം അതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അത് സഹജമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിലും അത് സ്വതപ്രമാണമല്ല. പരമാർത്ഥ ജ്ഞാനം അങ്ങനെയല്ല, അത് സ്വതപ്രമാണമാണ്. അത് ഇത് രണ്ടും വേദത്തിന്റെ വിഷയം തന്നെ. വേദം ഉപദേശിക്കുന്നതാണ്. അതിന്റെ താല്പര്യത്തെ ഒരാൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. ഒരാൾ വ്യവഹാരത്തിൽ തന്നെ നിൽക്കുന്നു, ഒരാൾ പരമാർത്ഥ ജ്ഞാനത്തിൽ നിൽക്കുന്നു. ആ പരമാർത്ഥ ജ്ഞാനത്തിൽ നിൽക്കുന്നവനാണ് ഇവിടെ പറയുന്നത് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതാണ്. അത് വേദത്തിന്റെ ഉപദേശം ഒന്നാണ്. ഉപദേശത്തിന്റെ മാറ്റം, താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് വരുന്ന വ്യത്യാസം. അതുതന്നെ ഗുരുവിന്റെ ഉപദേശം അങ്ങനെ. ഗുരുവിന്റെ ഉപദേശത്തിന്റെ താല്പര്യം ഒന്നായിരിക്കും, പക്ഷെ അത് ഗ്രഹിക്കുന്നതിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ്. ചിലർക്ക് അത് അങ്ങനെ ഗ്രഹിക്കാൻ കഴിയും, മറ്റൊരു തരത്തിൽ ഗ്രഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഗ്രഹിക്കേണ്ടവർക്ക് അത് മതി, എത്രയുള്ളൂ. മറിച്ച് ഗ്രഹിക്കേണ്ടവർക്ക് അതിന്റെ പ്രയോജനം എന്നോ. പലരും പറയാറുണ്ടല്ലോ, എനിക്ക് ലോകം ഇഷ്ടമാണ്, സംസാരം ഇഷ്ടമാണ്. അത് ഒരാളുടെ ഇഷ്ടമാണെങ്കിൽ അതിന് മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതാണ് തനിക്ക് കിട്ടിയ ഉപദേശത്തിന്റെ സാരമെന്ന് ധരിക്കാൻ പാടില്ല. അത് തന്റെ ഇഷ്ടമാണ്, ഉപദേശത്തിന്റെ സാരം അതല്ല. ഒരു ജിജ്ഞാസു, ഒരു സത്യത്തെ അന്വേഷിച്ചു പോയ ഒരു ജിജ്ഞാസ, എന്താണ് സത്യം എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചു പോയ ഒരാൾ ആദ്യം കണ്ട ഒരു കഴുതയാണ്. ഒരുപാട് വിഴുപ്പും ചുമന്നങ്ങനെ നിൽക്കുകയാണ്, ഒരുപാട് വിഴുപ്പുമായിട്ട്. അപ്പോ അതിന്റെ ചുമലിൽ ഒരുപാട് ഭാരമുണ്ട്, അതിന്റെ കണ്ണിൽ കൂടി കണ്ണുനീര് വരുന്നു, ചുമന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, നീ എന്തിനാ ഇത്രയും വലിയൊരു ഭാരം, നിനക്കെടുക്കാൻ വയ്യാത്ത ഈ ഭാരം ചുമന്നിരിക്കുന്നു? എനിക്ക് ഭാരം ചുമക്കുന്നത് ഇഷ്ടമാണ്. അതെന്താ ഭാരം?
അതെന്റെ ഗുരു എന്നെ ഉപദേശിച്ചാണ്. നിനക്ക് സങ്കടമില്ലേ? സങ്കടം എനിക്ക് സന്തോഷമാണ്. കാരണം അത് ഗുരു എന്നെ ഉപദേശിച്ചാണ്. അപ്പൊ ഇയാൾ വിചാരിച്ചു, അപ്പൊ ഇതാണ് സത്യം. എന്നാ ആ വിഴുപ്പെല്ലാം ഇതാ, ഞാനും അത് ചുമക്കാം. ഇയാളുടെ വിഴുപ്പെല്ലാം ഇയാളുടെ ചുമട് കയറ്റി. പക്ഷെ ഇയാൾക്കെന്തോ ഒരു സന്തോഷം തോന്നുന്നില്ല. ഇത്രയും വിഴുപ്പ് തന്റെ തോടി ഇരുന്നിട്ട് എന്റെ ദുർഗന്ധവും എല്ലാം കൂടെ കൊണ്ട് സഹിക്കാൻ വയ്യ. ഇയാളിങ്ങനെ ഈ ഭാരം ചുവന്നുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടൊരു പക്ഷി ആകാശത്തോടെ ഇങ്ങനെ പറന്നു കിടക്കുന്നു. അത് പാട്ടൊക്കെ പാടിയാ സഞ്ചരിക്കുന്നു. ഇത് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ സഞ്ചരിക്കുന്നു? അവിടെ എന്റെ ഗുരു ഉപദേശിച്ചാണ്. ശരി, എന്നാ അതാണ് സംഗതി. ഗുരു ഉപദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നിർഭയമായി ആകാശത്തിൽ പാട്ടൊക്കെ പാടി സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. അപ്പോൾ ഇയാൾക്കാകെ ആശയക്കുഴപ്പമായി. ഇതാര് പറയുന്നത് ശരി? കഴുത പറയുന്നതാണോ അതേ പക്ഷി പറയുന്നതാണോ? വിചാരിച്ചു, ശരി എന്നാ നോക്കൊരു കാര്യം, ഞാൻ ഗുരുവിന്റെ അടുത്ത് തന്നെ പോവാം. നേരെ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, കഴുത പറയുന്നത് എങ്ങനെയാണ്, പക്ഷി പറയുന്നത് എങ്ങനെയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം വിഴുപ്പ് ചുവന്ന് നോക്കി, പക്ഷെ എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല. അപ്പൊ ഗുരു പറഞ്ഞ്, രണ്ടുപേർക്കും ഞാൻ കൊടുത്ത ഉപദേശം ഒന്ന് തന്നെയാണ്. ഉപദേശത്തിന് മാറ്റമൊന്നുമില്ല, പക്ഷെ രണ്ടുപേരും ഗ്രഹിച്ച താല്പര്യം രണ്ടാണ്. കഴുതയുടെ താല്പര്യം അതാണ്, അതുകൊണ്ട് അത് അയാൾക്ക് ഇഷ്ടമായി തോന്നുന്നു. പക്ഷി ഗ്രഹിച്ച താല്പര്യം അതാണ്, അതുകൊണ്ട് ഇഷ്ടമായി തോന്നുന്നു. നീ ഏത് താല്പര്യമാണോ ഗ്രഹിക്കുന്നത് അതനുസരിക്കാം. നിനക്ക് വിഴുപ്പ് ചുമക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് ചുമന്നോളൂ. അല്ല ഈ പക്ഷിയെപ്പോലെയാണോ നിനക്ക് ആനന്ദിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആനന്ദിക്കുക. താല്പര്യം എങ്ങനെ ഗ്രഹിക്കുന്നു അത്. ശ്രുതിയുടെ താല്പര്യം അതാണ്. ഉപദേശങ്ങളുടെ എല്ലാം താല്പര്യം ഇതാണ്. വ്യക്തികൾ അവർക്കനുസരിച്ച് ഗ്രഹിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ എന്തിനാ ഇത് പറഞ്ഞത്? വ്യവഹാരവും പരമാർത്ഥവും രണ്ടെണ്ണത്തിന് വേർത്ത് കാണിക്കാം. വ്യവഹാരത്തിൽ അവിടെ ചിന്തയുടെ ആവശ്യമില്ല എന്നാണ്. അത് മനുഷ്യന് സഹജമായി പ്രാപ്തമായതാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഈ പരമാർത്ഥം അത് വിവേകത്തിലൂടെ പ്രാപ്തമാകുന്നു. മറ്റൊന്ന് പറയാം, അവിദ്യയിലൂടെ പ്രാപ്തമായത്. അവിദ്യയിലൂടെ പ്രാപ്തമായത് സഹജമാണ്. അത് മാറി വിവേകത്തിലൂടെ പ്രാപ്തമാകുമ്പോഴും അത് സഹജമാകും. രണ്ടുപേർക്ക് രണ്ട് സഹജമാണ്. കഴുതയെ സംബന്ധിച്ച് അതിന്റെ സുഖവും ദുഃഖമൊക്കെ അതിന് സഹജമാണ്. പക്ഷിയെ സംബന്ധിച്ച് അതിന്റെ ആനന്ദവും സഹജമാണ്. രണ്ടിനും കാരണമായത് എന്താണ്? ഒരേ ഉപദേശം തന്നെ. അപ്പൊ ആരതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും പരമാർത്ഥം. അതുകൊണ്ട് ഇവിടെ പാരമാർത്ഥികമായ ചിന്തയാണ് ചെയ്യുന്നത്. അത് വ്യവഹാര ബുദ്ധിയിൽ അതിനെ അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ആ വ്യവഹാര ബുദ്ധിക്ക് അപ്പുറം ഒരാൾക്ക് പോകാൻ കഴിയുമോ? അങ്ങനെ പോകാൻ കഴിയുന്ന ആളിന് മനസ്സിലാകും എന്താണ് ഇതെല്ലാം പ്രവിഷ്ടം, ഇതെല്ലാം അറിവിൽ പ്രവിഷ്ടമായിരിക്കുന്നു. തദ്വ്യതിരേകേണ അഭാവഭൂതം ഭവതി. അറിവിൽ നിന്ന് വേറിട്ട്. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? മനസ്സി സതി വിഷയ വിഷയഭാവസ്യ ദർശന അസത്തിച്ച ദർശന മനസ്പന്ദിത മാത്രം വിഷയമില്ലാണ്. മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ എടുക്കണം അറിവ്. അറിവിന്റെ സ്പന്ദനമാണ്. നമ്മളിത് മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തത് തുര്യന്റെ സ്പന്ദനമാണ്. ഇവിടെ മനസ്സെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ തുര്യനെന്ന് പറഞ്ഞു. അത് മാത്രമാണ് വിഷയിച്ചത്. അതിന് പറയുന്ന യുക്തി അതാണ്. ഇതിനൊന്നിനെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അറിവിൽ നിന്ന് മാറിപ്പോകാൻ ഒരു സ്ഥലമില്ല. അറിവിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അറിവിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ അതില്ലെന്നേ അതിനർത്ഥമുള്ളൂ. അറിവ് മാത്രമാണ്. അതിന് പറയും നിരുപാധികമായ അറിവ്.
ഇതിനും പറയും സ്വാഭാവികമായ അറിവ്. ആ നിരുപാധികമായ അറിവിൽ ഇതിനൊന്നും നിലയില്ല. അതാണ് മനസ്സ്പന്ദനമില്ലാതിരുന്നാൽ അവിടെ വിഷയീഭാവമില്ല. അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് സുഷുപ്തി. അവിടെ മനസ്സ്പന്ദനമില്ല, അവിടെ വിഷയീഭാവമില്ല. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വരത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഏവം മനോവിഷയോപി ബുദ്ധി വിഷയ. ഇതിനിവിടെ പറയുന്നത് സാമാന്യ വിശേഷഭാവം. സാമാന്യങ്ങളിൽ വിശേഷം അന്തർഭവിച്ചിരിക്കുന്നു. ഇനി മനസ്സെന്ന് പറയുന്നത് എന്താ? അത് എന്തോ ഒന്നിന്റെ പരിണാമമാണ്. ഒന്ന് പരിണമിക്കുന്നതാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അത് പരിണമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വൃത്തിക്ക് ആ പേര് പറയുന്നു, മനസ്സിന്റെ വൃത്തിക്ക്. ഒന്ന് പലതായി മാറും. ആ ഒന്നെന്താണ്? അതിനെ ബുദ്ധി എന്ന് പറയും, അന്ധകരണം എന്ന് പറയും, ചിലയിടത്ത് അതിനെ തന്നെ മനസ്സെന്നും പറയും. ഈ ശബ്ദങ്ങളെ പിടിച്ച് തൂങ്ങരുത്. ആശയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏത് സന്ദർഭത്തിൽ എന്തർത്ഥത്തിൽ അത് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ അതിന് ബുദ്ധി എന്ന് പറയുന്നു. മനോ എവം മനോവിഷയോപി ബുദ്ധിവിഷയ സാമാന്യ പ്രവിഷ്ട. ബുദ്ധിയുടെ സ്പന്ദനമാണ് ഈ ഇതെല്ലാം. അപ്പം മനസ്സിന്റെ വിഷയങ്ങൾ ബുദ്ധിയുടെയും വിഷയമാണ്. കാരണം ആ ബുദ്ധി തന്നെയാണ്. അതുകൊണ്ടാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. സാറിന് നമ്മൾ പറയുന്നത് അന്ധക്കരണം എന്ന്. അതിന് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 തരത്തിൽ വൃത്തിയുണ്ടെന്നെല്ലാം പറയുന്നു. ഒന്ന് തന്നെ 4ആയി മാറിയിരിക്കും. ആ 4ആയി മാറുമ്പോൾ അതിന് വൃത്തികളെന്ന് പറയും. ഒന്നായിരിക്കുമ്പോൾ അതിനെ അന്ധക്കരണമെന്ന് പറയുന്നു. അതുപോലെ ഇവിടെയും പറയും. അപ്പോ സങ്കല്പം അല്ലെങ്കിൽ വികല്പം എന്ന് പറയുന്ന മനസ്സിന്റെ വിഷയങ്ങൾ, അതാ ബുദ്ധിയുടെയും വിഷയമാണ്. ബുദ്ധി തന്നെ പരിണമിച്ചതാണ്. അവിടെയും ഇതുപോലെ മനസ്സിന്റെ വിശേഷങ്ങൾ മനസ്സിന്റെ വിഷയസാമാന്യത്തിൽ അന്തർഭവിക്കുന്നു. ബുദ്ധിയുടെ വിഷയവിശേഷങ്ങൾ ബുദ്ധിവിഷയ സാമാന്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. തത്വം അതാണ്. സാമാന്യത്തിൽ വിശേഷം അന്തർഭവിച്ചിരിക്കുന്നു. തദ്വതിരേക്കാണ് അഭാവഭൂതോ ഭവതി. അങ്ങനെ അത് ആ ബുദ്ധി വേറിട്ട വിഷയങ്ങൾ ലഭിക്കത്തില്ല. സാമാന്യ വിശേഷ രൂപത്തിൽ ചെയ്യുന്ന ഇവ ബുദ്ധിയിൽ നിന്നും വേറിട്ടല്ല. അതാണ് അടുത്ത് പറയുന്നത്. വിജ്ഞാനം മാത്രമേവ ഭൂത്വ. അവസാനം കേവലം വിജ്ഞാനം മാത്രമാണ്, കേവലം അറിവ് മാത്രമാണ്, കേവലം ബുദ്ധി മാത്രമാണ്. ആ ബുദ്ധി മാത്രമാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പറയാം. ഈ വിഷയങ്ങളെല്ലാം കേവലം ബുദ്ധി മാത്രമാണ്. അല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഈ വിഷയങ്ങളെ ബുദ്ധിയിൽ നിന്ന് വേർതിരിച്ച് ഞാൻ അറിയുന്ന ഈ വിഷയം എന്റെ അറിവിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു. അത് പറയാനൊരു അറിവ് വേണ്ടേ? അറിവിനെ ആശ്രയിച്ച് അത് പറയാൻ കഴിയും. എന്റെ അറിവിനെ വിട്ട് വിഷയങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് അറിവിനെ ആശ്രയിക്കാതെ പറയാൻ കഴിയില്ല. അറിവിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയം അറിവിനെ വിട്ടിട്ടില്ല എന്നർത്ഥം. അറിവിനെ വിട്ടൊരു വിഷയം എന്ന് പറയുന്നു ശൂന്യം, വിഷയത്തിന്റെ ശൂന്യതയാണ്. അങ്ങനെ അറിവിൽ വിഷയശൂന്യത ഉണ്ടാകുമോ? ഉണ്ടാകും എന്നുള്ളതിനാണ് സുഷുപ്തി ഉദാഹരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയണം, ഒരാൾ പറയുന്നു ഞാൻ എന്റെ ആ ഗാഠനിദ്രയിൽ ഞാൻ ഇന്നത് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറയാൻ പറ്റും? പറയാൻ കഴിയില്ല. ഗാഠനിദ്രയിൽ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുക ആർക്കും സാധ്യമല്ല. പറയുന്നുണ്ടെങ്കിൽ അയാൾ ഉണർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. സുഷുപ്തിയിലെ അനുഭവത്തെക്കുറിച്ച് ആർക്കും പറയാൻ കഴിയത്തില്ല. പറയണമെങ്കിൽ ഉടനെ അത് ജാഗ്രതയായി. ഞാൻ ഇന്നത് കണ്ടു, ഇന്നതറിഞ്ഞു
എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോകണം, അല്ലെങ്കിൽ ജാഗ്രതത്തിൽ പോകണം. അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ഒന്നും അറിഞ്ഞില്ല. അവിടെ വിഷയീഭാവം ഇല്ല എന്നാണ്. ഒന്നും അറിഞ്ഞില്ലെന്നോ അജ്ഞാനമെന്നോ ഏത് പേരിലോ പറഞ്ഞല്ലോ, കാര്യമൊന്നുമല്ല, ഒന്നും അറിഞ്ഞില്ല. എന്ത് പേര് പറയുന്നു എന്നുള്ളതിന് കാര്യമൊന്നുമില്ല. അജ്ഞാനമെന്ന് വേണമെങ്കിൽ പറയാം, ഒന്നും അറിഞ്ഞില്ലെന്ന് പറയാം, ആനന്ദമെന്ന് പറയാം. എന്തു പറഞ്ഞാലും ഫലത്തിലെന്തായി? അവിടെ വിഷയീഭാവം ഇല്ല. വിഷയീഭാവം വന്നോ ഉടനത് ജാഗ്രതായി, അല്ലെങ്കിൽ സ്വപ്നമായി, അവിടെ അറിവായി. ആ അറിവിൽ നിന്ന് ഈ വിഷയത്തെ ആർക്കും വേർതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധ്യമാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. സ്വയം സ്വാനുഭവത്തെ ഇതിനും മറ്റിടത്തും പോകേണ്ട കാര്യമില്ല. ഇത് ആരുടെയും മുമ്പിൽ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. അവനവന്റെ അനുഭവത്തെ മുൻനിർത്തി ചിന്തിച്ചാൽ മതി. നമുക്കതിന് കഴിയുമോ? അറിവിൽ നിന്ന് ആ വിഷയത്തെ വേർതിരിക്കാൻ കഴിയുമോ? അതും മനസ്സിലാക്കും. എന്തുകൊണ്ട്? അറിവാണ് അതിന്റെ ഉപാദാനം. അത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് മുമ്പ് പറഞ്ഞത്. ജലത്തിൽ നിന്ന് തിരയെ മാറ്റിയെടുക്കുക സാധിക്കുമെന്ന് തോന്നുക. എന്തുകൊണ്ടത് അതിന്റെ ഉപാദാനമാണ്. ഉപാദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കാൻ കഴിയാത്തതിനാണ്. അതുകൊണ്ടാണ് അതിന് ഉപാദാനം എന്ന് പറയുന്നത്. നൂലിനെ ആശ്രയിക്കാതെ വസ്ത്രത്തിന് സ്വയം നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നൂലിനെ അതിന്റെ ഉപാദാനം എന്ന് പറയുന്നു. അതിനോട് ചേർന്നേ അതിനിരിക്കാൻ പറ്റും, വേറിട്ട് നിലയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അറിവിനെ വിട്ട് ഒരു വസ്തു എങ്ങനെ അന്യമായി നിലനിൽക്കും? അതൊരിക്കലും സാധ്യമേ അല്ല. അങ്ങനെ സംഭവിക്കത്തില്ല. എല്ലാം അറിവിലാണ്. സർവവും അറിവിനെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന വിജ്ഞാനം മാത്രമേ ഭൂത്വ അത് അറിവാണെന്ന് വന്നാലോ? ശരിയ അറിവ്. ഇവിടെയൊക്കെ പറയുന്ന എല്ലാത്തിനെയും അറിയുന്ന ഒരറിവാണ്. ഈ അറിവിൽ നാനാ വിഷയങ്ങളുണ്ട്. ഈ അറിവ് നമ്മുടെ അനുഭവം വെച്ച് ചിന്തിച്ചു പോകുമ്പോൾ മാറുന്ന അറിവാണ്. പുസ്തകത്തെ അറിഞ്ഞു, അടുത്ത് മേശയറി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. വാസ്തവത്തിലെ അറിവ് മാറുന്നുണ്ടോ? അറിവ് മാറുന്നില്ല. പഞ്ചസാര ഉണ്ട്, എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും എല്ലാം പഞ്ചസാര, പേരുകൾ മാറ്റി മാറ്റി പറയും. അറിവ് ഏതെല്ലാം വിഷയങ്ങളെ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഓരോ വിഷയങ്ങളെ ഗ്രഹിച്ചാലും അറിവിന് മാറ്റമില്ല. അറിവൊന്നു തന്നെ. അങ്ങനെ വരുമ്പോൾ ഈ അറിവെന്തായി? ഈ അറിവ് തന്നെ പ്രജ്ഞാനഘനൈ, അതിന് പ്രജ്ഞാനഘനമെന്ന് പറയും. എന്നുവെച്ചാൽ മാറാത്ത അറിവ്. മാറുന്നു എന്നുള്ളത് ഈ വിഷയ സാന്നിധ്യം കൊണ്ടുവരുന്ന ഒരു ഭ്രാന്തിയാണ്. അറിവ് മാറുന്നു എന്ന് പറയുന്നത്. അറിവിന് മാറ്റമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിജ്ഞാനഘനമാണ്. അല്ല, മാറാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭ്രാന്തി ആയിക്കൂടെ? എന്തുകൊണ്ടത് ഭ്രാന്തി ആയിക്കൂടാ? അത് അങ്ങനെ ചിലത് പറയുന്നു. അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ മാറാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ് ഭ്രാന്തി. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. അറിവ് മാറുന്നില്ല, മാറുന്നെന്ന് തോന്നുന്നതാണ് ഭ്രാന്തി. ഇതെങ്ങനെ തീരുമാനിക്കും? സ്വാനുഭവത്തെ വെച്ച് തീരുമാനിക്കും. എന്താ അനുഭവം? മാറുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം വ്യത്യസ്തമാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് വെവ്വേറെ അനുഭവപ്പെടുന്നു. അതുകൊണ്ടത് മാറുന്നതാണ്. മാറാത്തതിനെ കുറിച്ചുള്ള അനുഭവം ഒന്നാണ്. എന്താണ്? അറിവ്. അറിവ് അറിവ് അത് ഏകമായി തന്നെ അനുഭവപ്പെടുന്നു.
അപ്പൊ പിന്നെ അത് മാറുന്നതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ മാറുന്നു എന്ന് പറയുന്നതോ ചിലർ പറയുന്നു മാറുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളുടെ മാറ്റം, ആ മാറ്റത്തെ ഈ അറിവിൽ ആരോപിച്ചിട്ട് പറയുകയാണ് അറിവ് മാറുന്നു എന്ന് പറയുന്നു. മാറാത്ത ഒന്നിൽ ചലനത്തെ ആരോപിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ആ മാറ്റം അനുഭവപ്പെടുന്നതിന് വാസ്തവത്തിൽ അവിടെ ചലനം വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും ചലനത്തെ അങ്ങോട്ട് ആരോപിച്ചാൽ മതി. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അതിനെ അറിവിലേക്ക് ആരോപിക്കുന്നു. അങ്ങനെ സംഭവിക്കുമോ? രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷെ ഒന്നിലെ ചലനത്തെ മറ്റൊരിടത്ത് ആരോപിച്ചിട്ട് അത് ചലിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാകും. അതാണ് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകും. ഭൂമിയുടെ ആണ് വാസ്തവത്തിൽ ചലിക്കുന്നത്. ഈ ചലനത്തെ അങ്ങോട്ട് ആരോപിക്കും. ഇതാരാ ആരോപിച്ചത്? മനഃപൂർവ്വമൊന്നും ആരൊന്നും ആരോപിച്ചില്ല. മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന പോലെ അല്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. താൻ അറിയാതെ തന്നെ സംഭവിക്കുന്നു. ഈ ചലനത്തെ അവിടെ ആരോപിക്കുന്നു. ഇതാരാരോപിച്ചത്? തന്റെ ബുദ്ധി തന്നെ. തന്റെ ബുദ്ധി എങ്ങനെ? താൻ അറിയാതെ. അതെ, തന്റെ ബുദ്ധി തന്നെ താൻ അറിയാതെ ആരോപിച്ചു. അത് ചിന്തിക്കുന്നത് വരെ എന്ത് കരുതുന്നു? അത് ചലിക്കുന്നതാണെന്ന് കരുതുന്നു. അത് ഞാനിതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല. അല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷെ അറിയാതെയാണെങ്കിലും അത് ചെയ്യുന്നു. നിശ്ചലമായ ഒന്നിനെന്ത് ചെയ്യുന്നു? ചലനത്തെ ആരോപിക്കുന്നു. ഇത് അറിവിന്റെ ഒരു വിക്രിയ എന്ന് പറയും. അതുകൊണ്ടത് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നു. അല്ലാതെ അറിവ് നിശ്ചലമാണ്. അതുകൊണ്ടാണ് അതിന് പ്രജ്ഞാനഘനം എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ച് സംഭവിക്കാമല്ലോ. എങ്ങനെ? നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത് പ്രദക്ഷിണം മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് എന്നാലും നമ്മളതിന് ഒരു നദിയെന്ന് പറയുന്നു. അവിടെ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? അവിടെ നിരന്തരമായ ചലനത്തെ നമ്മൾ ഏകമായി ആരോപിച്ചിട്ട് ഒരു നദി എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഒരു നദിയുണ്ടോ? നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ ഉദാഹരണം. വാസ്തവത്തിൽ ഒരു നദി എന്ന് പറയുന്നുണ്ടോ? അങ്ങനെയില്ല. കാരണം എപ്പോഴും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് നിശ്ചലതയില്ലല്ലോ. എന്നാലും നമ്മളതിനെ അവിടെ ഏകമെന്ന് പറയുന്നില്ലേ, ഗംഗ യമുന എന്നൊക്കെയുള്ള ഒരു പേരിട്ട് വിളിക്കുന്നില്ല. അപ്പോൾ തിരിച്ച് സംഭവിക്കുന്നല്ലോ, അതുപോലെ സംഭവിച്ചൂടെ? ചലനത്തിൽ നിശ്ചലതയെ ആരോപിക്കുന്നതായിക്കൂടെ? അങ്ങനെ സംഭവിക്കാമല്ലോ. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അത് ഒന്നുകൂടി മനസ്സിലാക്കിയാൽ മതി. അവിടെ എന്താ പറയുന്നത്? അവിടെ നിരന്തരം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന വാസ്തവമാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടത് ഏകമാണെന്ന് തോന്നുന്നു? അവിടുത്തെ ഏകത്വം സത്യമായതുകൊണ്ട്. എന്താ അവിടുത്തെ സത്യമായ ഏകത്വം? ജലം. ബാക്കി ചലനം എന്ന് പറയുന്നതിന്റെ തരംഗങ്ങളാണ്. ജലത്തിന്റെ തരംഗങ്ങളാണ് ചലനമെന്ന് പറയുന്നത്. അവിടെ ഓരോ നിമിഷവും സത്യമായിരിക്കുന്ന എന്താണ്? ജലം. അപ്പോൾ അവിടെയും വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? സത്യമായിരിക്കുന്ന ആ ജലത്തിൽ തരംഗങ്ങളാണ് അവിടെ ഭ്രാന്തിയായി അനുഭവപ്പെടുന്നത്. അവിടെ അനുഭവപ്പെടുന്ന സത്യം, അത് നദി ഏകമാണെന്ന് സത്യം എന്താണ്? ആ ജലത്തിന്റെ ഏകത്വമാണ്. ബാക്കിയെല്ലാം ജലത്തിന്റെ തരംഗങ്ങളാണ്, നമ്മൾ ഒഴുക്കെന്ന് പറയുന്നത്. അതാണ് വാസ്തവമല്ലാതിരിക്കുന്നത്. അവിടെ പല
തരംഗങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ തരംഗങ്ങളിലും അനുഭവിക്കുന്ന എന്താണ്? ഒരേ ഒരു സത്യം എന്താണ്? ജലം. അപ്പൊ തിരിച്ചാണ് അവിടെ സത്യം. അതുപോലെ തന്നെ ദീപനാളം. അവിടെ പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു, ചലനം മാറിക്കൊണ്ടിരിക്കുന്നു. ശരിയാണ്. പക്ഷെ അവിടെ ഒരു സത്യം കൊണ്ട് എന്താണ് മാറാതിരിക്കുന്ന ഒരു സത്യം? അഗ്നി എന്ന് പറയുന്ന തത്വം. അഗ്നി എന്ന് പറയുന്ന തത്വത്തിലവിടെ ആ ചലനത്തെ ആരോപിക്കുകയാണ്. എവിടെ അഗ്നി എന്ന് പറയുന്ന തത്വത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ബാക്കിയുള്ള ചലനങ്ങൾ അതിന് ആരോപിതമാണ്. അവിടെയും വാസ്തവത്തിൽ എന്താണ്? തത്വമാണ്. ബൗദ്ധ അനുയായികൾ, ബൗദ്ധന്മാർ, ക്ഷണിക വിജ്ഞാനവാദികളൊക്കെ തിരിച്ചായത് മനസ്സിലാക്കുന്നു. അപ്പൊ അവർക്കെവിടെ അവിടെ അവർക്ക് ഭ്രാന്തിയാ സംഭവിച്ചിരിക്കുന്നു. ഇതിലേതാ സത്യം? തരംഗങ്ങളാണോ സത്യം, അത് ജലമാണോ സത്യം? നാനാരൂപത്തിൽ വരുന്ന തരംഗങ്ങൾ സത്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതാ മാറുന്നത്, ജലമല്ല മാറുന്നത്. ജലം ഏകരൂപത്തിലിരിക്കുന്നു. നാനാരൂപത്തിൽ നാളം മാറുന്നുണ്ട്, ദീപനാളം. ആ മാറ്റമാണോ സത്യം? അതിൽ അവിടെ ഇരിക്കുന്ന തത്വം എന്താണ്? അഗ്നിയാണോ തത്വമാണോ സത്യം? ഇതാണ് ഇവിടെ അദ്വൈതം. അതിന് ഭ്രാന്തി വരാൻ പാടില്ല. അത് അനുഭവം അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിന്റെ അനുഭവമാണ്, ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത അനുഭവമാണ്. അതുകൊണ്ട് സത്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത അനുഭവമാണ് സൂര്യന്റെ ചലനം. മരിക്കുന്നതുവരെ അത് തന്നെ അനുഭവം. ആ അനുഭവത്തിന് എന്തുകൊണ്ടത് സത്യമാകും? ഇല്ല. അത് ചില ഭ്രാന്തിയുടെ സ്വഭാവമാണ്. അത് ഒരിക്കലും മാറത്തില്ല. തത്വം ബോധിച്ചു കഴിഞ്ഞാലും മാറത്തില്ല. എനിക്ക് മനസ്സിലായി അത് നിശ്ചലമാണ്. ആപേക്ഷികമായി ഈ ഭൂമി അപേക്ഷിച്ചത് നിശ്ചലമാണ്. മനസ്സിലായാൽ കറക്കം നിൽക്കും, രാവും പകലും ഇല്ലാതാകും. അനുഭവത്തെ മാറുന്നില്ല എന്നുകൊണ്ട് സാധാരണ ഭ്രാന്തിക്ക് പറയുന്നത് എന്താണ്? ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കും. ഇവിടെ ബാധയെ സംഭവിക്കുന്നില്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഭ്രാന്തിയാണ്. ഇവിടെ പിന്നെ ബാധ സംഭവിക്കുന്ന എന്താണ്? താത്വികമായിട്ട് അതിന്റെ തത്വം മനസ്സിലാക്കുന്നു. അത് നിശ്ചലമാണ്. ഇതിനെ അപേക്ഷിച്ച് അത് നിശ്ചലമാണ്. അതിന് ചലനം ഉണ്ടായിരിക്കും, അത് മറ്റൊരു വിഷയം. നമുക്ക് അനുഭവപ്പെടുന്ന ആ ചലനം ആപേക്ഷികമാണ്. ഇതിനപേക്ഷിച്ചത് നിശ്ചലമാണ്. അത് താത്വികമായ ബാധ. അനുഭവത്തിലുള്ള ബാധയല്ല. രജ്ജു സർപ്പം മറഞ്ഞു പോകുന്നില്ല, അത് മറഞ്ഞു പോകുന്നില്ല. എന്നാൽ അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? തത്വത്തെ ബോധിക്കുന്നു. അപ്പോ ഭ്രാന്തിയെ തത്വമെന്ന് ധരിക്കുന്നു. അതാണ് ജലത്തിന്റെ ദൃഷ്ടാന്തത്തിനും ദീപത്തിന്റെ ദൃഷ്ടാന്തത്തിനുമൊക്കെ ഭ്രാന്തിയെ തത്വം ധരിക്കുന്നു. അവിടെ അതല്ല. അതിലെ തത്വം എന്താണെന്ന് നോക്കാം. അവിടെ എന്താണോ മാറാതിരിക്കുന്ന അതാണ് തത്വം. നദിയിൽ മാറാതിരിക്കുന്ന എന്താണ്? ജലം. മറ്റെല്ലാം മാറും അവിടെ. അത് അല്ലെന്ന് പറയാൻ പറ്റും. നദി സമുദ്രത്തിൽ ചെന്നാലും ഹിമാലയത്തിലായാലും എവിടെയായാലും നദി ജലം തന്നെ. അപ്പൊ ആ തത്വത്തിന് മാറ്റമില്ല, ഒഴുക്കിന് മാറ്റമുണ്ട്. അത് പല വഴിക്കും ഒഴുകും, പല രീതിയിലും ഒഴുകും. അതൊക്കെ അതിന്റെ തരംഗങ്ങളാണ്. അതുകൊണ്ടത് ഏകരൂപമാണ്. ഇതാണ് അദ്വൈതം പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അത് പ്രജ്ഞാനഘനമാണ് ഈ അറിവ്. ഈ അറിവ് തന്നെയാണ്. ഏതൊരു അറിവാണോ നമ്മൾ മാറുന്നതായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ഭ്രാന്തി. അറിവ് തന്നെയാണ് പ്രജ്ഞാനഘനമായിരിക്കുന്നത്. കാരണം ഇവിടെ വേറെ ഒരറിവിനെ കൊണ്ടുവരാനില്ല. അതിന് ഈ ഭ്രാന്തി മാറിയാൽ മതി. തത്വഗ്രഹണം അത് മതി. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തി മാറും. വീണ്ടും തത്വഗ്രഹണത്തിന് ശേഷവും അറിവ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് ദോഷമില്ല. കാരണം അവൻ ആ ഭ്രാന്തിയിൽ നിന്നും മുക്തനായിരിക്കുന്നു. അറിവ് വിഷയത്തെ ഗ്രഹിക്കുന്നോ ഗ്രഹിക്കുന്നില്ലേ എന്നുള്ളതിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് യാതൊരു വിശേഷതയില്ല. അറിവ് വിഷയത്തെ ഗ്രഹിക്കാതിരിക്കുന്നതാണ് ഒരാളുടെ മുക്തി എന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം അതിനുവേണ്ടി ഉറങ്ങിയാൽ മതി. അറിവ് വിഷയത്തെ ഗ്രഹിക്കാതിരിക്കണമെങ്കിൽ ഉറങ്ങിയാൽ മതി.
എന്താ ഉറക്കമാണോ മുക്തി? ഉറക്കം മുക്തിയാണെന്ന് ആരും പറയത്തില്ല. മുക്തി ഉണർവിൽ വേണം പറഞ്ഞു. ഉണർവില്ല മുക്തി എന്ന് പറയുന്നത് തത്വഗ്രഹണമാണ്. അല്ലാതെ അറിവ് വിഷയത്തെ ഗ്രഹിക്കാതിരിക്കുന്നതല്ല. അത് സമാധി പോലെയോ അല്ലെങ്കിൽ സുഷുപ്തി പോലെയോ അല്ല. ആ ഒരു ബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് പ്രജ്ഞാനഘനമാണ്. അതിന് പറഞ്ഞു എന്താണ്? വിജ്ഞാനം മാത്രമേവ ഭൂത്വ പ്രജ്ഞാനഘനേ പരേ ബ്രഹ്മണി. ഉദാഹരണം പറയുന്നു, ആ പൈവ സമുദ്രേ പ്രലീയത്തെ. നദി എങ്ങനെയാണോ സമുദ്രത്തിൽ ഏകീഭവിക്കുന്നത്, എങ്ങനെ? ജലമായി ഏകീഭവിക്കുന്നത് പോലെ ഈ വിജ്ഞാനം മാത്രം എന്ന് പറഞ്ഞ് ഈ അറിവ് തന്നെ ഇത് തന്നെ എന്ത് ചെയ്യുന്നു? ആ പ്രജ്ഞാനഘനത്തിൽ ഏകീഭവിക്കുന്നു. ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നദിക്ക് ജലമാകുന്നതിന് സമുദ്രത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുണ്ടോ? നദി സമുദ്രത്തിൽ ചെന്നാലേ ജലമാകുന്നു, അങ്ങനെ വല്ല നിർബന്ധവും നിയമവും മറ്റുമുണ്ടല്ല. നദി നദിയായിരിക്കുമ്പോഴും ജലം തന്നെ, സമുദ്രത്തിൽ ചെന്നാലും ജലം തന്നെ. അതുപോലെ മുമ്പ് പറഞ്ഞ വിജ്ഞാനം, അത് വിജ്ഞാനമായിരിക്കുമ്പോഴും പ്രജ്ഞാനഘനം തന്നെ. അതിനൊരു ഉദാഹരണം പറഞ്ഞത്, അത് ഇനി അവിടെ ചെന്നു കഴിഞ്ഞാലോ, നദി സമുദ്രത്തിൽ ചെന്നു കഴിഞ്ഞാലും അത് ജലം തന്നെ, വ്യത്യാസമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. അതുപോലെ ഈ വിജ്ഞാനം ഈ വിഷയങ്ങളെല്ലാം വിട്ടാലും അത് വിജ്ഞാനം തന്നെ. വിഷയത്തോടുകൂടി ഇരുന്നാലും ശരി, അത് വിജ്ഞാനം തന്നെ. അതിന്റെ സ്വരൂപത്തിന് മാറ്റമൊന്നുമില്ല. സൂര്യൻ ചലിച്ചുകൊണ്ടിരുന്നാലും ആകാശത്തിലേക്ക് സൂര്യൻ തന്നെ. അവിടെ ചെന്നാലോ അത് നിശ്ചലമായിരിക്കും, അപ്പോഴത് സൂര്യൻ തന്നെ. അത് അതിന്റെ ചലനത്തെയോ നിശ്ചലതയോ ആശ്രയിച്ചിട്ടല്ല അതിന്റെ തത്വം. തത്വം സ്വതസിദ്ധമാണ്. അതിനാണ് നമ്മൾ പറയുന്നത് സ്വതപ്രമാണം. ആ രീതിയിലാണ് ഇത് സ്വതപ്രമാണമാകുന്നത്. വിജ്ഞാനം മാത്രമേ ഭൂത്വ പ്രജ്ഞാനഘനെ പരേ ബ്രഹ്മണി ആപൈവ സമുദ്രേ പ്രലീയന്തേ. ഏവം പരമ്പരാക്രമേണ ശബ്ദാത് സഹഗ്രാഹകേണ കാരണേന പ്രലീനേ പ്രജ്ഞാനഘനേ ഉപാദ്യഭാവാത് സൈന്ധവഘനവത് പ്രജ്ഞാനം ഏകരസം അനന്തം അപാരം നിരന്തരം ബ്രഹ്മവിവതിഷ്ഠതേ. ഏവം പരമ്പരാക്രമേണ, ഇങ്ങനെ എന്താണോ ഇവിടെ അനുഭവപ്പെടുന്നത്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവിടെ എല്ലാത്തിനെ കുറിച്ചും പറയുന്നു. ഈ ജീവന്റെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നതും കൊടുക്കുന്നതും ഉണ്ണുന്നതും എന്തെല്ലാം ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ശരി, അത് ഈ പ്രജ്ഞാനഘനത്തിൽ തന്നെ എത്തിച്ചേരുന്നു എന്നാണ്. പിന്നെന്താ ഇത് ഒരു ജീവനിത് ഗ്രഹിക്കുന്നതിന് എന്താ പ്രയാസം? ഇത് മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമെന്ന് അങ്ങനെ പറയുന്നു. അത് പറയുന്ന ഇതുകൊണ്ടാണ്. അതിന്റെ താല്പര്യത്തെ, ഈ ഉപദേശത്തിന്റെ താല്പര്യത്തെ നമ്മൾ ഗ്രഹിക്കുന്നതിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് വിഴുപ്പ് ചുമക്കേണ്ടി വരുന്നത്. അത് ഉപദേശത്തിന്റെ തരാറില്ല, ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിൽ വരുന്ന വ്യത്യാസം. അത്രയേ ഉള്ളൂ. അതുകൊണ്ടിവിടെ പറയുന്നു, ഇവിടെ ഏതിനെ കുറിച്ച് ചിന്തിച്ചാലും ശരി, പരമ്പരാക്രമേണ ആ വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, വഴിയാമ്പണം ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനല്ലേ മനനമെന്ന് പറയുന്നു. ശബ്ദാതു സഹഗ്രാഹകേണ കാരണേന
കരണേന പ്രലീനെ പ്രജ്ഞാനത്തിനെ ഇവിടെ ശബ്ദാദികൾ വിഷയങ്ങൾ സഹഗ്രാഹകേണ കരണേന അതിന്റെ കർണങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുക. കാരണം ഇവിടെ ആദ്യം സങ്കല്പത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് സർവേഷാം അധ്വാനം പാതു ഏകായനം. പാദത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും പറയും. എത്രയോ വഴികളുണ്ട് ഇവിടെ. എല്ലാം പാദത്തെ ആശ്രയിക്കുന്നു. പാദം ഉണ്ടെങ്കിലേ വഴിയുള്ളൂ. എല്ലാ വഴികളും പാദത്തെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നു. പാദമില്ലെങ്കിൽ പിന്നെ ഏതാ വഴി എന്നാണ് അവസാനം പറയുന്നത്. അതുകൊണ്ട് പറയുന്നു ഗ്രാഹകേണ കരണേന പ്രലീനെ ഏകീഭവിക്കുന്നു. തത്വബോധത്തിൽ അത് ഏകീഭവിക്കുന്നു എന്നാണ്. ഇവിടെ പ്രജ്ഞാനഘനെ ഏകത്വത്തിൽ ഉപാധ്യഭാവ അവിടെ ഉപാധികളൊന്നുമില്ല. ഏകീഭവനത്തിൽ പിന്നെ ഉപാധികളെല്ലാം നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു. സൈന്ധവ ഘനവത് ഇവിടെ എത്ര വ്യക്തമായിട്ടാണിത് ഈ കാര്യങ്ങളെ പറയുന്നത്, നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇത് നമ്മൾ ഇതൊട്ട് മനസ്സിലാക്കുന്നിൽ ഉണ്ടോ ഇല്ല. മറ്റുള്ളവരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്നാണ് പറയും. തന്നോടും ദ്രോഹം ചെയ്യുന്നു, അന്യനോടും ദ്രോഹം ചെയ്യുന്നു. നമ്മളതന്നെ ചെയ്യുന്നു. ഇത് അനായാസമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇവിടെ പറയുന്നു. അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കത്തക്ക രീതിയിലാണ്. പക്ഷെ നമ്മളിത് ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. എന്നിട്ട് അവരോട് നേരത്തെ എന്ന് പറയും, ഇതൊന്നും പറ്റിയ കാര്യങ്ങളില്ല, ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അത് പറഞ്ഞുതരാം. അതാ പറഞ്ഞു കൊടുക്കുന്നു. അത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ഉപാധ്യഭാവ ഇവിടെ പറയുന്നു. ഉപാധി അഭാവ ഇവിടെ ഉപാധികളില്ലാത്തതുകൊണ്ട് സൈന്ധവ ഘനവൻ, സൈന്ധവ ഘനത്തെ പോലെ അതിനെ ഇനി വിശദീകരിക്കും. കാരണം ഇവിടെ വരുന്നുണ്ട്, ഭാഷ്യകാരൻ തന്നെ അതിനെ വിശദീകരിക്കും. പ്രജ്ഞാനഘനം, പ്രജ്ഞാനം ഏകരസം, ഏകസ്വഭാവം, ഏകരസം, അനന്തം, അപാരം, നിരന്തരം, ബ്രഹ്മവിവതിഷ്ഠതേ. അത് അനന്തമാണ്, അത് അപാരമാണ്, നിരന്തരമാണ്. അങ്ങനെ ഉള്ള ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നു, ഇങ്ങനെ അറിയുന്നവൻ. തസ്മാത് ആത്മേവ ഏകം അദ്വയമിതി പ്രതിപത്തവ്യം. ഈ പറയുന്ന വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മാ ഏവ ഏകം അദ്വയം, താൻ തന്നെയാണ് ഏകനായിരിക്കുന്നത്, അദ്വയനായിരിക്കുന്നത്. അല്ലെങ്കിൽ താൻ ഏകനാണ്, അദ്വയനാണ്, താൻ അത് മാത്രമാണ് എന്ന് ഗ്രഹിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നു സ്പർശാദി ജ്ഞാനഭേദാനാം ത്വകാദ്യേകായനം തത്. അവിടെ മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നത് സ്പർശാദി ജ്ഞാനഭേദങ്ങൾക്കെല്ലാം ത്വകാദികളാണ് ഏകാശ്രയം. തഥാ സ്വാന്തേ ത്വകാദയ തദ്ബുദ്ധൂജ മനസ്സ് സ്ഥത. അതുപോലെ ഈ സങ്കല്പത്തിൽ ത്വകാദികൾ ഏകീഭവിക്കുന്നു. ആ സങ്കല്പങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ബുദ്ധിയിൽ. കർമ്മക്ഷയാ തഥാ ബുദ്ധി കാരണത്വേന തിഷ്ഠതി. കർമ്മം ക്ഷയിക്കുമ്പോൾ ഈ ബുദ്ധി തന്നെ കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും. ഇത് സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വേണ്ടി പറയുകയാണ്. കർമ്മം ക്ഷയിക്കുമ്പോൾ
എന്നർത്ഥം. നമ്മൾ ധരിക്കുന്ന എന്താണ്? ഒടുങ്ങാത്ത കർമ്മങ്ങളുണ്ട്, ഈ കർമ്മങ്ങളെല്ലാം എല്ലാം തീരണം, ഈ കർമ്മങ്ങൾ ചെയ്ത് അവസാനിക്കുന്നതിന് കർമ്മങ്ങളെന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന പുണ്യപാപങ്ങൾ, ഈ കർമ്മങ്ങൾ ഒടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ആ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ഈ പറയുന്നതൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാനല്പം തിരക്കിലാണ്, ഈ കർമ്മങ്ങളെല്ലാം ഒടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് എന്നാണ്. ഇപ്പൊ ഇതിനൊന്നും സമയമില്ല, വേറെ പണിയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളെല്ലാം ബിസിയാണ്. ഇവിടെ പറയുന്നത് കർമ്മക്ഷയ തഥാബുദ്ധി കാരണത്വേന. കർമ്മക്ഷയം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്, അത് പ്രദക്ഷിണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കർമ്മക്ഷയം എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ പറയുന്നത് ബുദ്ധി കാരണത്വേന തിഷ്ഠതി. എപ്പോഴാണോ ഈ അറിവ് കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ കർമ്മക്ഷയം സംഭവിച്ചു കഴിഞ്ഞു. അത് പ്രകൃതി തന്നെ അല്ലെങ്കിൽ സൃഷ്ടാവ് തന്നെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നിന്റെ കർമ്മം ക്ഷയിച്ചിരിക്കുന്നു, കർമ്മം ക്ഷയിച്ച് ബുദ്ധി കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് എന്നുള്ള അനുഭവമാണ്. എവിടെയാ കർമ്മം ക്ഷയിക്കുന്നത്? അതാണ് ഗാഠനിദ്ര. അത് ഈ തത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി പ്രകൃതി സൃഷ്ടാവ് രണ്ടും കൂടെ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. കർമ്മം ക്ഷയിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സദാ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ ഏതെങ്കിലും കർമ്മങ്ങളുണ്ടോ? നമ്മുടെ അടുത്ത് വന്നു, ഇനി വരികയും ചെയ്യും. എന്താണ് അവിടെ? പുണ്യം സ്പർശിക്കുന്നില്ല, പാപം സ്പർശിക്കുന്നില്ല. പുണ്യപാപങ്ങളെയാണല്ലോ കർമ്മം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ പുണ്യവും പാപവും സ്പർശിക്കുന്നില്ല, അതാണ് കർമ്മക്ഷയം എന്ന് പറയുന്നത്. കർമ്മക്ഷയം കൊണ്ട് എന്ത് ചെയ്യുന്നു? കാരണത്വേന തിഷ്ഠതി. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നിരന്തരം ബ്രഹ്മവിവതിഷ്ഠതി. അതിന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അത് ഓരോരോരിലും സഹജമായി തന്നെ ഉണ്ട്. അത് ഗ്രഹിക്കുന്നതിനുള്ള വിവേകം മതി, വേറൊന്നും കൂടെ ആവശ്യമില്ല. അത് സാധ്യമല്ലെന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏഷ സാധാരണ സ്ഥാവത് പ്രളയോ അബുദ്ധിപൂർവക. ഇത് സാധാരണമാണെന്ന് പറയുന്നു. ഈ കർമ്മക്ഷയം കൊണ്ട് താൻ മുക്തനാകുന്നത് സാധാരണയാണ്. അത് പോരാതെ വരുന്നത് എന്തുകൊണ്ട്? ഈ വിവേകമില്ലാത്തതുകൊണ്ട്. അതിനെ ആശ്രയിച്ചുള്ള വിവേകം പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ തന്നിൽ വന്നു ചേരുന്നത്. അതിനെ ആശ്രയിച്ച് വിവേകത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആവശ്യം തോന്നും എന്ന് പറയുന്നു. യേശ സാധാരണ സ്ഥാവത് പ്രളയോ അബുദ്ധിപൂർവക. അത് അബുദ്ധിപൂർവകമായ പ്രളയം എന്നാണ്. ക്ഷയം, പ്രളയം എന്ന് വെച്ചാൽ ക്ഷയം, കർമ്മനാശം. അങ്ങനെ സഹജമായി സ്വാഭാവികമായി വരുന്ന ഈ പ്രളയത്തെ മനസ്സിലാക്കണം. ആ വിവേകം കൊണ്ട് വേണം ഇവിടത്തെ ഈ കർമ്മനാശത്തെ മനസ്സിലാക്കേണ്ടത്, ജാഗ്രതത്തിലെ കർമ്മനാശം. ആ വിവേകം കൂടാതെ ഈ ജാഗ്രതത്തിലെ കർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി അനന്ത ജന്മങ്ങൾ പരിശ്രമിക്കേണ്ടി വരും. അതൊരു വലയിലകപ്പെട്ട മീനിനെ പോലെയാണ്. അതിന്റെ അകത്ത് കിടന്ന് എത്ര ശ്രമിച്ചാലും ശരി, അതിനതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. അതവസാനം ഭക്ഷണമായി തന്നെ തീരും. അതുപോലെ ഈ തത്വത്തെ ഗ്രഹിക്കാതെ കർമ്മക്ഷയത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്ത് മറ്റു ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്ത് കർമ്മം ക്ഷയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന ചിലപ്പോൾ സഹായിക്കും. എന്തിനാണോ? ഈ വിവേകത്തെ ഉണ്ടാക്കുന്നതിന് സഹായിച്ചെന്ന് വരാം. സഹായിച്ച ഭാഗ്യം. യേശ സാധാരണ, ഇത് സാധാരണമായിട്ടുള്ളതാണ്. താവത് പ്രളയോ അബുദ്ധിപൂർവക. അബുദ്ധിപൂർവകമായെന്ന് പറയുന്നത് സ്വയം സംഭവിക്കുന്നു. അത് ഈശ്വരൻ നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജീവന്റെ പരിശ്രമം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, ഇച്ഛ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, സ്വയം സംഭവിക്കുന്ന ഒന്നാണ്. ഇനി ബുദ്ധിപൂർവം വേണമെങ്കിലോ പ്രത്യേക യാഥാത്മ്യ വിജ്ഞാന വസ്തുവിടുത്താനുരോധത
പ്രളയോ അജ്ഞാനവിധ്വംസ യസ്ത്വസൗ ബുദ്ധിപൂർവക. രണ്ടു തരത്തിലുണ്ട് കർമ്മനാശം. ഒന്ന് സഹജമായി സംഭവിക്കുന്നു. ആ സഹജമായി സംഭവിക്കുന്ന കർമ്മനാശത്തിൽ നിന്നും കർമ്മനാശത്തിന്റെ സ്വരൂപത്തെ സ്വഭാവത്തെ മനസ്സിലാക്കും. ഇതാണ് കർമ്മനാശം എന്ന്. അതെങ്ങനെ? പ്രത്യേക യാഥാത്മ്യ വിജ്ഞാന. ഇതാണ് സദാ ആവർത്തിച്ച് പറയുന്നത്. ആത്മബോധം കൊണ്ട് വസ്തുപൂർത്ത അനുരോധ, പരമാർത്ഥമെന്തോ അതനുസരിച്ചുള്ള ബോധം. നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് വ്യവഹാരം, ഒന്ന് പരമാർത്ഥം, ഒന്ന് കഴുതയുടെ ബുദ്ധി, മറ്റൊന്ന് പക്ഷിയുടെ ബുദ്ധി. രണ്ടു തരത്തിലുള്ള ബുദ്ധിയുണ്ട്. അപ്പോൾ അതിൽ പരമാർത്ഥത്തെ അനുസരിച്ചുള്ള ബോധം വരണം. ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നതിന് ആത്മീയതയൊന്നും ആവശ്യമില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരിക്കലും നദി സമുദ്രത്തിൽ ചെന്ന് ചേരും. അതല്ല ഇവിടെ പറയുന്നത്. എന്താണ്? ബുദ്ധിപൂർവക, ബുദ്ധിപൂർവമായിട്ടുള്ള പ്രളയത്തെക്കുറിച്ച് പറയുന്നു. ഉറങ്ങിയാൽ പോരാ, മറിച്ച് ഉറക്കത്തിന്റെ തത്വത്തെ ജാഗ്രതയിൽ ഗ്രഹിക്കണം. വളരെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജാഗ്രതയിൽ ഈ ബോധം ഉണ്ടാകണം. എങ്ങനെ? വസ്തുവൃത്തത്തിനനുസരിച്ച് പരമാർത്ഥത്തിനനുസരിച്ചുള്ള ബോധം. അതാണ് ഇവിടെ ഈ വെളിപ്പെടുത്തുന്ന ബോധം. ഈ ചർച്ച ചെയ്യുന്ന ബോധം, ഈ അറിവെല്ലാം പരമാർത്ഥത്തിനനുസരിച്ചുള്ള ബോധമാണ്. അതാണ് മുഖ്യമായ പ്രളയം. എങ്ങനെ? അജ്ഞാന വിധ്വംസ, അജ്ഞാന ധ്വംസം കൊണ്ട്. അതാണ് കർണാശം പ്രദക്ഷിണം സംഭവിച്ചിട്ടും താൻ വീണ്ടും ബദ്ധനായിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പറയുന്ന വിജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നില്ല. അവിടെ അത് സംഭവിച്ചത്, കർമ്മനാശം സംഭവിച്ചു. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രതത്തിൽ ഈ വിജ്ഞാനം കൊണ്ട് ഈ ജാഗ്രതത്തിൽ അജ്ഞാനം നശിക്കണം. അത് മറ്റൊരിടത്ത് സംഭവിക്കത്തില്ല. എവിടെയാണോ അനുഭവപ്പെടുന്ന അവിടെ നശിക്കും. നീ അജ്ഞനായിരിക്കുന്ന എവിടെയാണോ? ഞാനിത് ഇവിടെ അജ്ഞനായിരിക്കുന്നത് എങ്കിൽ ഇവിടെ തന്നെ ഇരുളുള്ളിടത്ത് വെളിച്ചം വേണം. ഇരുൾ ഒരിടത്തും വെളിച്ചം വേറിടത്തുമായിട്ട് എന്താ കഥ? വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഉണ്ടല്ലോ. ഇരുളിൽ കളഞ്ഞ സൂചിയെ വെളിച്ചത്ത് തപ്പുന്നു, ഒരു ഉദാഹരണം പറയും. അതുപോലെ അതിലൂടെ പറയുന്നത് ബുദ്ധിപൂർവക, ജ്ഞാനപൂർവകമായി കർമ്മനാശം സംഭവിക്കുന്നു. അതാണ് മുഖ്യപ്രളയം. അതിവിടെ സംഭവിക്കണം. അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. തസ്മാ, അതുകൊണ്ട് ആത്മാ താൻ ഏവ ഏകം അദ്വൈമിതി പ്രതിപത്വം. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞതിന്റെ ആ താല്പര്യമാണ്. അവിടെ അത് വിശദീകരിച്ചില്ല. അവിടെ നമ്മളും അധികം ചർച്ച ചെയ്യില്ല. കാരണം അതിവിടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യായിരുന്നു. ചിന്മാത്രാനുഗമ സർവത്ര ചിസ്വരൂപദേവീതി ഗമ്യതേ. അവിടെ പറഞ്ഞു യസ്വരൂപം വ്യതിരേകീണ അഗ്രഹണമേസ്യ തസ്യ തദാത്മത്വമേവ ലോകേ ദുഷ്ടം സ യഥാ സൈതി ദൃഷ്ടാന്തോ ലോകയില ദുന്ദുപേഹേ. ആ പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത് വരുന്നത് ഇതിന്റെ തന്നെ വ്യാഖ്യാനമാണ്. തഥാ സർവേഷാം ഗന്ധാനാം പൃഥ്വിവിശേഷാണാം നാസികേ ഘ്രാണവിഷയ സാമാന്യം തഥാ സർവേഷാം രസാനാം അവിശേഷാണാം ജിഹ്വ ഇന്ദ്രിയവിഷയ സാമാന്യം തഥാ സർവേഷാം രൂപാണാം തേജോ വിശേഷാണാം. ഇതൊക്കെ സാമാന്യമായ കാര്യങ്ങളാണ്. ചക്ഷുവിഷയ സാമാന്യം. ഇത് ഈ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കൂടുതലൊന്നും ഇത് മനസ്സിലാക്കാനില്ല. യഥാ ശബ്ദാനാം
ശ്രോത്ര വിഷയ സാമാന്യം പൂർവ്വ തഥാ ശ്രോത്രാദി വിഷയ സാമാന്യാനാം മനോവിഷയ സാമാന്യ സങ്കല്പേ മനോവിഷയ സാമാന്യസ്യാപി ബുദ്ധിവിഷയ സാമാന്യ വിജ്ഞാനമാത്രേ പ്രജ്ഞാനമാത്രം ഭൂത്വാ പരസ്മിൻ പ്രജ്ഞാനഘനേ പ്രലീയത്തെ.